വോട്ട് ചെയ്തതിനു ശേഷം കയ്യിൽ പുരട്ടിയ മഷി അതിനുശേഷമാണ് ഈ കയ്യിൽ വിരലിലുണ്ടായിരുന്ന തൊലി അടർന്നു പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് ആശുപത്രിയിലൊക്കെ സമീപിച്ചു. ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ഈ മഷി അമിതമായതിനെ തുടർന്നാണ് കയ്യിലെ വിരലുകളുടെ തൊലി അടർന്നു പോയത് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഒരു വോട്ടർ. അത് പള്ളുരുത്തി സ്വദേശിയായിട്ടുള്ള TV സനൽ ബാബുവാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നഷ്ടപരിഹാരമെല്ലാം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ചേട്ടാ, വീട്ടിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ ഈ കയ്യിലെ തൊലി പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു, അതോ പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ്? ഒരു 2 ദിവസത്തേക്ക് എനിക്ക് ചോർച്ചിൽ അനുഭവപ്പെട്ടു. ഒരു വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് തോന്നി. അത് കഴിഞ്ഞൊരു 3-4 ദിവസം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ അടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ വിരലെല്ലാം ഒരു 2 ഇഞ്ച് നീളത്തിൽ മൊത്തമായിട്ട് തൊലി ഇളകി വികൃതമായ രീതിയിലായിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു ഡ്രോപ്സ് അടുത്ത വിരലിൽ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെയും സെയിം അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഡോക്ടർ ആണത് ഐഡൻറ്റിഫൈ ചെയ്തത്. അതായത് മഷി കൂടുതലായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മഷി വൈറ്റ് വാഷ് അടിക്കുന്ന രീതിയിലാണ് അവന്മാർ മഷി അടിച്ചു വെച്ചത്. പരാതിയിൽ എന്താ പറയുന്നത്? ഇപ്പോൾ പരാതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് 154 നമ്പർ ബൂത്ത്, അതായത് SDPY സ്കൂളിലെ 154 നമ്പർ ബൂത്തിലാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ അവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥനാണ് ഇതേപോലെ മഷി പുരട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പോളിംഗ് ഓഫീസർമാരുടെ ഗുരുതരമായ പിഴവ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിഴവ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ കളക്ടറോടത്തും ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ചികിത്സാ ചിലവ് നൽകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നഷ്ടപരിഹാരം ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സർക്കാർ പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട അതാണല്ലോ സർക്കാർ. പക്ഷെ ആ സർക്കാർ തന്നെ ഒരു പൗരൻ്റെ കൈ ഈ രീതി കാണിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് അത് അനുകൂലമായ മറുപടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും TV സനൽ ബാബു ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്.